C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇത് മിഷൻ ഹോസ്പിറ്റലിലേക്കുള്ള റോഡാണല്ലോ. ഹോസ്പിറ്റലിലേക്കോ? അത് കുഴപ്പമാണല്ലോ. എന്തിനാ ആന്റി, അവൾ എങ്ങോട്ടെങ്കിലും പോട്ടെ. അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലല്ലോ. എന്റെ സംശയങ്ങളെല്ലാം ശരിയായിക്കൊണ്ടിരിക്കുക. നീ ഓട്ടോയെ വിടാതെ പിടിച്ചോ. ശാലിനി തന്നെ സ്വന്തം കെണിയൊരുക്കി അതിൽ തന്നെ അവള് വീണു. ചേട്ടാ എത്രയായി? 50. ആ കുട്ടി ബാക്കി വാങ്ങിയില്ല. അർജുനേട്ടാ, എന്താ പൊന്നി സംഭവിച്ചേ? ശാലിനി കുഞ്ഞിന്റെ സത്യപരീക്ഷയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാഘവൻ സാറും പ്രീതി കുഞ്ഞും. അതിനിടയിൽ വയറുവേദന വന്ന് കുഴഞ്ഞു വീണു. അപ്പോ വേറെ ആരും ഇല്ലായിരുന്നു. കുഞ്ഞിനെ അർജുൻ സാറിനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതിനിടയിൽ പ്രീതി കുഞ്ഞിന്റെ ബോധവും പോയി. ഒരു വിധത്തിലെടുത്ത ഓട്ടോയെ കയറ്റി കൊണ്ടുവന്ന് ഇവിടെ എത്തിയപ്പോ ബോധം വീണു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കുക ശാലിനി. മെഡിസിൻസ് വാങ്ങണം, ഫാർമസി കിട്ടും. ശരി, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. സിസ്റ്റർ, പ്രീതിക്ക് എങ്ങനെയുണ്ട്? ആ മെഡിസിന്റെ കൂടെയുള്ള ഇഞ്ചക്ഷൻ കൊടുക്കണം, എന്നാലേ വേദന മാറും. വാടാ, കാര്യം എന്താണെന്ന് അറിയാലോ. വാ. ഈ ഹോസ്പിറ്റലിലേക്ക് ശാലിനി വരണമെങ്കിൽ ഉറപ്പായും പ്രീതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ശാലിനിക്കല്ല ഗർഭമെന്ന് ആന്റി തിരിച്ചറിഞ്ഞാൽ ശാലിനി, താനെന്താ ഇവിടെ ഹോസ്പിറ്റലില്? ഈശ്വര, അമ്മയും വിഷ്ണുവിനൊക്കെ എത്തിയോ? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുക. എന്നാ ഞങ്ങളും കൂടി ഒന്ന് കണ്ടോട്ടെ ആ ഫ്രണ്ടിന്. അത് ഫ്രണ്ട് ഈ റൂമിലല്ല. ഈശ്വര, അമ്മ ഇങ്ങോട്ട് വരുമോ? എന്നെല്ലാം തീർന്നു. ഇവൾ ഇത്രയും പേടിക്കണമെന്നുണ്ടെങ്കിൽ ആ
കർട്ടനപ്പുറം പ്രീതി ഉണ്ടാവും. വെറുതെ വിടാൻ പാടില്ല ഈ അവസരം. അങ്ങനെ ഞാൻ പോവാൻ തുടങ്ങായിരുന്നു. നിക്ക്. അല്ല, പോകാൻ തുടങ്ങുന്ന ആളുടെ കയ്യിലെങ്ങനെയാ ഈ മെഡിസിൻ കിറ്റ്? കണ്ടിട്ടിറങ്ങുമ്പോ ഫ്രണ്ടായ പേഷ്യന്റ് ഗിഫ്റ്റായി തന്നതാണോ കുറച്ച് മെഡിസിൻസ്? അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ഉറപ്പായും ഒരു മെഡിക്കൽ റെപ്പ് ആന്റി. ഇനി അഥവാ ശാലിനി കൊണ്ടുവന്നതാണെങ്കിൽ അതൊരു പുതിയ കീഴ്വഴക്കമാണ്. ഇതുവരെ രോഗികളെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിരുന്നവർ ഫ്രൂട്ട്സും ബേക്കറി ഐറ്റംസും ഒക്കെ കൊണ്ടുവന്നിരുന്നുള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യന്റിനെ കാണാൻ മരുന്നുമായി വരുന്നത് ആദ്യമായിട്ട് കാണുക. മരുന്നെല്ലാം കിട്ടിയോ? കിട്ടി. ഡോക്ടർ ഇപ്പൊ വരും. ഇഞ്ചക്ഷനുള്ള മരുന്നെല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. സിസ്റ്റർ, ഇതൊക്കെ എന്തിനുള്ള മരുന്നാ? നല്ല ചോദ്യം. മെറ്റർനിറ്റി വാർഡിൽ എന്തിനുള്ള മരുന്നാ കൊടുക്കുന്നത്? ഗർഭിണികൾക്കുള്ള മരുന്ന് തന്നെ. ഇപ്പൊ പെട്ടെന്നെന്താ പ്രോബ്ലം? പേഷ്യന്റ് എന്തിനോ ടെൻഷൻ ആയെന്ന് തോന്നുന്നു. അതുകൊണ്ടൊരു പെയിൻ വന്നതാ. ഇഞ്ചക്ഷൻ എടുക്കുമ്പോ എല്ലാം ശരിയായിക്കോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.